ഹലോ എവ്രിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ നമുക്ക് എങ്ങനെയാണ് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ സെൽഫ് ലവ് കുറവാണ് അതെങ്ങനെയാണ് നമുക്ക് പ്രാക്ടീസിലൂടെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുക എന്ന സംശയമുള്ള ആളുകൾക്കുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ സെൽഫ് ലവ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് പോയിന്റ് അല്ലെങ്കിൽ ഫസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മുടെ ശരീരത്തിനെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി നിലനിർത്തുക എന്നുള്ളതാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സ് അല്ലെങ്കിൽ പെർഫ്യൂംസ് യൂസ് ചെയ്യുക എന്നുള്ളതല്ല. നമ്മുടെ ശരീരത്തെ വൃത്തിയാക്കി വെക്കുക എന്നുള്ളതാണ് സെൽഫ് ലവ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് പ്രത്യേകിച്ച് കോസ്റ്റ് ഒന്നുമില്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്. നമ്മുടെ സ്കിൻ കെയർ അല്ലെങ്കിൽ നമ്മുടെ ഹെയർ കെയർ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം എത്രത്തോളമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇത് സെൽഫ് ലവിൻ്റെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ സെൽഫ് ലവ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തുടങ്ങാൻ പറ്റുന്ന ഒരു കാര്യവും ഇത് തന്നെയാണ്. അതായത് നിങ്ങളുടെ ശരീരത്തിനെ ക്ലീൻ അല്ലെങ്കിൽ നീറ്റാക്കി വെക്കുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യമാണ്, നമ്മുടെ ശരീരം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മാനസികാവസ്ഥ. നമ്മുടെ മൈൻഡും ഇതുപോലെ തന്നെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം എന്നുള്ളതാണ്. ഇതിനു വേണ്ടി നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഫോർഗീവ് ചെയ്യുക എന്നുള്ളത്. അതായത് ക്ഷമിക്കാൻ പഠിക്കുക എന്നുള്ളത്. ഒരു പക്ഷെ നിങ്ങളുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരാളോട് ഹാർഷായി പെരുമാറേണ്ടി വന്നിട്ടുള്ള ഒരു സിറ്റുവേഷനോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ ഫോർഗീവ് ചെയ്യുക, ക്ഷമിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഫോർഗീവ് ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒരു മനസമാധാനം അല്ലെങ്കിൽ ഒരു പീസ്ഫുൾ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേരാനും സാധിക്കും. നമ്മൾ സന്തോഷമായിരുന്നു കഴിഞ്ഞാൽ ആ ഒരു സന്തോഷം മറ്റുള്ള ആളുകളിലേക്ക് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അത് നമ്മുടെ സംസാരത്തിലൂടെയും പ്രവൃത്തികളിലൂടെയും ഒക്കെ അത് റിഫ്ലക്റ്റ് ആവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ഹാപ്പി ആകുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സന്തോഷമായിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഫോർഗീവ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുകയാണ് ഞാൻ അത് ചെയ്ത് ശരിയായില്ല, അല്ലെങ്കിൽ ആ വ്യക്തി എന്നോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ തോന്നുന്ന ഒരുപാട് സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ എല്ലാ കാര്യങ്ങളോടും നമ്മൾ എന്ത് ചെയ്യുക, ഫോർഗീവ് ചെയ്യുക. ഫോർഗീവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ആ ഒരു ഹാപ്പിനെസ് നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കും. സോ സെൽഫ് ലവ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ടാമതായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മുടെ മാനസികാവസ്ഥ സന്തോഷകരമായിട്ട് അല്ലെങ്കിൽ സന്തോഷത്തിലാക്കി വെക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഫോർഗീവ് ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ്, നമ്മളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് ഈ കോൺഫിഡൻസ് കുറവ് അല്ലെങ്കിൽ നമ്മൾ അത്ര പോരാ അങ്ങനെയുള്ള തോട്ടാണ് ഈ സെൽഫ് ലവ് കുറയ്ക്കാൻ അല്ലെങ്കിൽ കുറയാൻ കാരണമാവുന്നത്, അല്ലെങ്കിൽ ആ ഒരു ആത്മവിശ്വാസ കുറവുണ്ടാക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ നമുക്കത് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മുടെ ക്വാളിറ്റീസിലേക്ക് അല്ലെങ്കിൽ നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തെല്ലാം ക്വാളിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്, നിങ്ങൾക്ക് എന്തെല്ലാം സ്കില്ലുണ്ട്, നിങ്ങൾ എന്തെല്ലാം അച്ചീവ്മെന്റ്സ്, അത് ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ഇതുവഴി നമുക്ക് നമ്മളോടുള്ള ഒരു ഇഷ്ടം കൂട്ടിയെടുക്കാനും സാധിക്കും എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നമുക്ക് ഇത്രത്തോളം കഴിവുണ്ട് എന്ന് നമുക്ക് നമ്മളെക്കുറിച്ചൊരു അവയർനെസ് കിട്ടുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും സന്തോഷിക്കാനും നമ്മളെക്കുറിച്ചൊരു പ്രൗഡ് ഫീൽ ചെയ്യാനും ഒക്കെ അത് കാരണമാവും. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക, നിങ്ങളുടെ ക്വാളിറ്റീസിലേക്ക് ഫോക്കസ് ചെയ്യുക, നിങ്ങളെക്കുറിച്ച് പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് മൈൻഡിൽ വെക്കുക. നെക്സ്റ്റ്, അവോയ്ഡ് ടോക്സിസിറ്റി. നിങ്ങളുടെ ലൈഫിൽ ഏത് രീതിയിലുള്ള ടോക്സിസിറ്റി ആയിക്കൊള്ളട്ടെ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അതൊരു സംസാരമായാലും ചില വ്യക്തികളാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ന്യൂസോ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന വിഷ്വൽസോ അല്ലെങ്കിൽ നമ്മൾ ഇടപഴകുന്ന ഒരു സന്ദർഭമോ എന്തുമായിക്കൊള്ളട്ടെ, അത് ടോക്സിക് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ച് തീരെ ശ്രദ്ധിക്കാതിരിക്കുക അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ലൈഫിൽ നടന്നോട്ടെ എന്ന് കരുതി മിണ്ടാതിരിക്കുക എന്നുള്ളതല്ല. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു അവയർനെസ് ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. പക്ഷേ അതൊരു ടോക്സിസിറ്റി ആണ് അല്ലെങ്കിൽ വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിലേക്കുള്ള ഒരു ഇൻവോൾവ്മെന്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്.
അങ്ങനെ അത് വ്യക്തികളാണെങ്കിലും മറ്റെന്ത് കാര്യങ്ങളാണെങ്കിലും അവരിൽ നിന്നും ചെറിയൊരു അകലം പാലിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മാനസികാവസ്ഥ നമുക്ക് വളരെ ശാന്തമായി അല്ലെങ്കിൽ വളരെ സമാധാനപൂർണ്ണമായി നിലനിർത്താൻ സാധിക്കും എന്നുള്ളതാണ്. സോ ഇതിനായിട്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ടോക്സിസിറ്റീസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി അത് മാക്സിമം നമ്മുടെ ലൈഫിലേക്ക് വരാതെ അല്ലെങ്കിൽ ഒരു ചെറിയൊരു അകലത്തിൽ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് സെൽഫ് ലവ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. സെൽഫ് ലവ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ആക്ച്വലി ഒരു മസ്റ്റ് തിങ് ആണ്. കാരണം എന്ത് കാര്യം അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിക്കൊള്ളട്ടെ, എന്ത് കാര്യം മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിക്കൊള്ളട്ടെ, നമുക്ക് സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു കാര്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു നല്ല റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത് ഭംഗിയായി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എന്ത് കാര്യമായിക്കൊള്ളട്ടെ അത് ഇഷ്ടത്തോടെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അത് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ സെൽഫ് ലവ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും സെൽഫ് ലവ് ഇല്ലായ്മയാണ് പല കാര്യങ്ങളും നമുക്ക് ആസ്വദിക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഒട്ടും ഹാപ്പി ആകാൻ പറ്റാത്തതിൻ്റെ പിന്നിലുള്ള ഒരു പ്രധാന റീസൺ നമ്മുടെ സെൽഫ് ലവ് വളരെയധികം ഇടിഞ്ഞ് അല്ലെങ്കിൽ ഒട്ടും ഇല്ലാതെ ആയിരിക്കുന്നു എന്നുള്ളതാണ്. സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സെൽഫ് ലവ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സോ നിങ്ങൾക്ക് സെൽഫ് ലവ് ഇംപ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനൊരു സൊല്യൂഷൻ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും മുകളിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്